ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇന്ന് അവിടെ കാണിക്കുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വീട്ടിൽ പെരിഞ്ചീരകമൊക്കെ പൊടിച്ച് വെക്കാറുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ കറികൾക്കൊക്കെ രുചിയും മണമൊക്കെ കൂടുന്നതാണ് കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ ഇറച്ചിയും മീനൊക്കെ ഫ്രൈ ആക്കാറുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇതൊരു ടീസ്പൂൺ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും കിട്ടും, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അപ്പൊ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് പെരിഞ്ചീരകമാണ് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുള്ള പെരിഞ്ചീരകമാണ് കേട്ടത്. അപ്പൊ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും ചെയ്യുന്നതായിരിക്കും എങ്കിലും ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പൊ അതിലേക്ക് 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളകാണ്, 2 ഏലക്ക, ഒരു 3 ഗ്രാമ്പുമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഒന്നും വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചൂടാക്കി എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് 1 കൈപ്പിടിയോളം കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, വെള്ളത്തിന്റെ അംശം ഇല്ലാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കറിവേപ്പില കഴുകി എടുക്കുമ്പോൾ എന്തായാലും വെള്ളത്തിന്റെ അംശം ഉണ്ടാവും. അപ്പൊ അതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് വേണ്ടതാണ് അണ്ടിപ്പരിപ്പ്. ഒരു 8 അണ്ടിപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കറികൾക്കൊക്കെ നല്ല കൊഴുപ്പ് കിട്ടുന്നതാണ് കേട്ടോ. എല്ലാം നല്ല രീതിക്ക് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് പോയതിനു ശേഷം നമുക്ക് ഉണങ്ങിയ മിക്സിഡ് ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഇല്ലാത്തൊരു ജാറിൽ വേണം നമ്മൾ ഇട്ട് പൊടിക്കാനായിട്ട്. നമ്മൾ ഗരം മസാല ഒക്കെ പൊടിച്ചെടുക്കാറുണ്ട്, അതുപോലെ തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ നല്ല ഫൈൻ ആയിട്ട് തന്നെ ഞാൻ ഇവിടെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇറച്ചിക്കറിക്കായാലും മീൻകറിക്കായാലും അതുപോലെ വെജിറ്റബിൾ കുറുമൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ കായം തയ്യാറാക്കാറുണ്ട്, അപ്പോഴും ഇതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും കൂടിയാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ നമ്മളത് പൊടിച്ചതിന് ശേഷം ഞാനൊരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട്. ഞാനിവിടെ കുറഞ്ഞ അളവിലാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം തന്നെ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെ ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിച്ചത്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് പെരിഞ്ചീരകം പൊടിച്ചിട്ട് അത് കറികൾക്കും ഫ്രൈ ആക്കുമ്പോഴൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. പിന്നെ കമന്റ് ബോക്സിൽ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്